മതിയോ? കുറച്ചുണ്ട്. അത് ടേസ്റ്റ് അതെ, ശരി ശരി ചില്ലി സോസ്. നമസ്കാരം സാറേ. നമസ്കാരം നമസ്കാരം. പറ, എന്താണ് വെൺമണിക്ക് പറയാനുള്ളത്? സാറേ, തെറ്റായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളാണ്. മീൻസ് കമന്റുകളൊക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നു. എന്തുണ്ട്? ആര്? അപ്പൊ ഇതിനെ ഇത്രയും കമന്റുകൾ തെറ്റായിട്ട് പലരും പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു സംയമനത്തോടെ കേൾക്കാൻ കഴിയുന്നത്? അതായത് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങളും പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അല്ലേ? പല ആൾക്കാരും പല വിധത്തിൽ രോഗികളായിട്ട് നടക്കുന്നുണ്ട്. ചില ആൾക്കാർ അവരെ പറ്റി തന്നെ വളരെ മോശമായിട്ട് മനസ്സിലാക്കി നടക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ശരിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ശരിയായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയല്ലേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ തെറ്റാവുമോ? അതായത് നമ്മൾ അനുമാനിച്ച് സങ്കല്പിച്ച് ഒരു ഊഹത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. പക്ഷെ അങ്ങനെയല്ല ഞാനിതാണ്, ഞാനൊരു പച്ച മനുഷ്യനാണ്. അപ്പോൾ പച്ച മനുഷ്യനായിട്ടിരിക്കുന്നിടത്ത് ആരൊക്കെ ചീത്ത പറയുന്നു അത് അവരുടെ വിഷയമാണ്. അത് എന്നെ ബാധിക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്? എൻ്റെ ഒരാൾ കല്ലുവലിച്ചെറിഞ്ഞത് എന്നെ കൊള്ളാതെ നോക്കിയാൽ പോരെ. ഒരു കല്ല് വലിച്ചെറിയുമ്പോൾ എന്നെ കൊള്ളുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് വേദനിക്കത്തുള്ളൂ. അപ്പോൾ കൊള്ളാതെ നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കല്ലെറിയാനുള്ള കാരണം എന്താണ്? ഞാനായിട്ട് ഉണ്ടാക്കിയതാണോ? ഞാനായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഞാൻ ആ കല്ല് വലിച്ചെറിയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പരിശോധിച്ച് ഞാനത് ചെയ്യാതിരിക്കുക. ഇത്രയൊക്കെയല്ലേ ചെയ്യേണ്ടതുള്ളൂ. ഇതിനൊക്കെ കൂടുതൽ ഓരോരുത്തർ പറയുന്ന അവരുടെ അറിവിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലേ, അതവർ ചെയ്യുക. അതെന്നും അങ്ങനെയല്ലേ. ഇത് ഇന്നലെ തുടങ്ങിയെന്നല്ലേ ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ സ്വസ്ഥമായിട്ട് വന്നിരുന്ന് ജീവിക്കുന്ന ഭാഗം. നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളത് ആഘോഷിക്കുന്നു. ഇത് പഠിച്ചതാണ്. ജീവിതം പഠിക്കേണ്ടതാണ്. ജീവിതം ജീവിക്കേണ്ടതാണ്. പഠിക്കുന്ന വേറെ കാര്യങ്ങളെ പറ്റിയാ. അല്ലേ? അതെ അതെ അതെ. അപ്പല്ല, എന്നാലും അതിന്റെ ഇടയിൽ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് നന്നായിട്ട് കഴിയുന്നു. ചോദ്യം. അല്ല, നന്നായിട്ട് കഴിയുന്നു. അതിനല്ലേ നമുക്ക് തിരിച്ചൊരു നമ്മൾ നന്നായിട്ടല്ലേ കഴിയാൻ പറ്റത്തുള്ളൂ. ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ അവനവനായിരിക്കുന്ന അവസ്ഥ. അതിനൊരു കോട്ടവും ഇല്ലല്ലോ മാഷെ. സത്യസന്ധത ആണോ ഉദ്ദേശിച്ചത്? സത്യസന്ധതയോടെ ജീവിക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്. അതിന് സത്യസന്ധത എന്ന് പറയേണ്ട കാര്യം പോലും ഇല്ലല്ലോ. എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പോലെ. എന്നെ സൃഷ്ടിച്ചത് ആരാണ്? എന്നെ സൃഷ്ടിച്ചത് ആരാണെന്ന് പോലും ഞാൻ അന്വേഷിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക, ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, അതല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? വേറെന്തെങ്കിലും വലിയ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇത്രയും മനോഹരമായിട്ടുള്ള ജന്മം, ആ മനോഹരമായിട്ടുള്ള ജന്മം മാക്സിമം അനുഭവിക്കുന്നു. അതിന് ആരെയും ആയിട്ട് നമ്മൾ ചണ്ട കൂടേണ്ട ഒരു കാര്യമില്ല. കാരണം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് മേടിക്കത്തക്ക രീതിയിൽ യാതൊന്നുമില്ല ജീവിക്കാൻ വേണ്ടിയിട്ട്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഇവിടെ അവൈലബിളാണ്. ബിനിക്ക് എന്താ പറയാനുള്ളത്? പറ ബിനി. ഒരു ചോദ്യം ചോദിക്കാനാ. കേൾക്കട്ടെ. അതായത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇങ്ങനെ സഭാഷണം സംസാരിക്കും, ഈ ചേമ്പലയില് വെള്ളം കിടക്കില്ല, അതുപോലെ ഒന്നും ബാധിക്കാത്ത ഒരവസ്ഥയില് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതെന്ന് പറയാൻ? നമുക്ക് നോർമലി അങ്ങനെ ആളുകൾക്ക് സാധിക്കാറില്ല.
പുറത്തുനിന്ന് ആരെങ്കിലും കളിയാക്കുക. ആ കേൾക്കുന്നുണ്ട്. ഹലോ. ആ നമ്മൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കാറുണ്ട്. നമ്മൾ അതനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല താങ്കൾ സംസാരിക്കുന്നത്. ഉം. ആ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിയെന്നൊന്ന്, എപ്പോഴാണ് അങ്ങനെ ഒരു മാറ്റം വന്നത് എന്നൊന്ന് പറയൂ. അല്ല അങ്ങനെ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക രീതിയിൽ യാതൊന്നുമില്ല. മനുഷ്യനായിട്ട് ജനിച്ചു, മനുഷ്യനായിട്ട് തന്നെ ജീവിക്കുന്നു. അത് ഒരു ഭാഗം. ഒന്നും ബാധിക്കുന്നില്ലെന്നുള്ളതല്ല, നന്നായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് എന്ത് ബാധിച്ചിട്ടാണ് ഞാൻ നിലനിൽക്കുന്നത് അത് കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. വെള്ളം, ഭക്ഷണം, വായു, അങ്ങനെ ഞാനായിട്ട് നിലനിൽക്കാനുള്ള കാര്യങ്ങളുമായിട്ട് വളരെ വ്യക്തമായിട്ട് നേരിട്ടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. അതല്ലാത്ത ഒരു കാര്യവും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തിയാകാൻ എന്തെല്ലാം വേണം അതുമാത്രമേ ബാധിക്കുന്നുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ ബാധിക്കുന്നത്? അപ്പോൾ എൻ്റെ വ്യക്തിത്വ ബോധം വളരെ മനോഹരമായിട്ട് ഞാൻ ആഘോഷിക്കുന്നു. എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. ദാഹം വരുന്നു, ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കണ്ടേ? അപ്പോൾ ദാഹം വരുമ്പോൾ ഞാൻ വെള്ളം കുടിക്കത്തില്ല, ഞാൻ ഇന്ന് സമരം ചെയ്യാൻ പോണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള യാതൊരു താല്പര്യവും എന്നിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ ജന്മം ഞാൻ ആഘോഷിക്കുക. എൻജെ, നമസ്കാരമുണ്ട് എൻജെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് ബുദ്ധിമുട്ടത്തക്ക രീതിയിൽ എന്താ ഉള്ളത്? ഒരു മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയെ തെളിഞ്ഞ് കാണാൻ ഒരു മനുഷ്യനായിട്ടുള്ള ബന്ധമല്ലേ, അതൊരു ഭയങ്കര വലിയ മഹാത്മ്യമല്ലേ? അല്ല, നോർമലി അങ്ങനെ ആളുകൾക്ക് ഉണ്ടാവാറില്ല പൊതുവെ ഇമോഷണലി റിയാക്ട് ചെയ്യാൻ. അങ്ങനെ ഫിസിയോളജിക്കൽ നീഡ്സിന്റെ കാര്യമല്ല കേട്ടോ പറയണത്. വിശപ്പൊന്നുമല്ല. അല്ലാതെ നമുക്ക് ദേഷ്യം വരും, ആരെങ്കിലും നമ്മളെ കുറിച്ച് പറഞ്ഞാൽ നമ്മള് ദേഷ്യപ്പെട്ടൊക്കെ പ്രതികരിക്കും. പക്ഷെ എന്നെ കുറിച്ച് ബിനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? ഒരു കാര്യം എന്നെ കുറിച്ച് പറയാൻ പറ്റത്തില്ല ബിനി. ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നെ കുറിച്ച് ബിനിക്ക് എന്ത് പറയാൻ പറ്റും? ഒരു കാര്യം പറ. അല്ല, എനിക്ക് ഇവിടെ ക്ലബ് ഹൗസിൽ സംസാരിച്ചു കേട്ട ആ ഒരു ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞത്. ചേമ്പലയിൽ വെള്ളം കിടക്കണം അതില്, അതായത് ഒന്നും തൊടാതെ ആരെന്ത് പറഞ്ഞാലും അതിനൊന്നും എന്താ പറയാ, ഒരേ മൈൻഡോടുകൂടിയാണ് അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റും കാറ്റ് വരുന്നു, ചില സമയത്ത് അത് കൊടുങ്കാറ്റാകുന്നു. പക്ഷെ ചുറ്റത്തെ കാറ്റ് നമ്മൾ എപ്പോഴെങ്കിലും കയറി പിടിക്കാറുണ്ടാ? നമ്മൾ എടുക്കുന്ന ശ്വാസം എപ്രകാരമാണ് അതുപോലെ തന്നെയല്ലേ ഓരോരുത്തരുടെ സംസാരവും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സങ്കല്പം, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സങ്കല്പത്തിന് കോട്ടം സംഭവിക്കും. അപ്പോഴാണ് നമ്മൾ അസ്വസ്ഥനാണ്. എനിക്ക് അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. എനിക്ക് അങ്ങനെ ഒരു സങ്കല്പം എന്നിൽ നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് എൻ്റെ സ്വസ്ഥതയുടെ അടിസ്ഥാനം. കാരണം സങ്കല്പമാണ് എന്ന് അപ്പം തന്നെ മനസ്സിലാവും. അപ്പോഴാണ് നമുക്ക് വാശി കയറണത്. അപ്പോഴാണ് നമ്മൾ ഞാൻ ചോദിക്കണതേ, അതിനെന്തെങ്കിലും കാരണമുണ്ടോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ? അതോ ഇങ്ങനെയാണോ പൊതുവെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് എന്നൊക്കെ പറയണത് പോലെ? അതോ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം വായിച്ചിട്ടോ അതോ അങ്ങനെ എന്തെങ്കിലും ഒരു ആശയം, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ എന്നാണ്? വേദന. ഞാൻ വേദനിക്കാനുള്ള കാരണം ഞാൻ തന്നെയാണ് അതിൻ്റെ പരിഹാരം കണ്ടെത്തേണ്ടത്. വേദന തന്നെയാണ് ഇതിന് കാരണം. ഞാൻ വേദനിക്കുന്ന ഭാഗം എന്താണെന്ന് പരിശോധിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില വളരെ കർക്കശമായിട്ടുള്ള ചില തീരുമാനങ്ങളാണ്. ഞാൻ ആ തീരുമാനങ്ങൾ മാറ്റാൻ തുടങ്ങി. ഇത് ചെറുപ്പം മുതൽ ആ തിരിച്ചറിവുണ്ടായപ്പോൾ തൊട്ട് ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ, ബലം പിടിച്ച് വെക്കുന്ന തീരുമാനങ്ങൾ വിട്ടുകൊടുക്കാൻ തുടങ്ങി. ആഹാ, സംഭവം ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ മറ്റുള്ളവർ കളിയാക്കാനും പുച്ഛിക്കാനൊക്കെ തുടങ്ങി. കാരണം ക്രിസ്ത്യൻ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞ് നീ അന്ധവിശ്വാസിയാണ്, പിന്നെ സാത്താൻ സേവയാണ്. അങ്ങനെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ചില പ്രചരണങ്ങൾ വീട്ടിലും നാട്ടിലും ഒക്കെ ഉണ്ടായി. ഓക്കെ, അതൊക്കെ അവരുടെ താല്പര്യങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നു. അതിലൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് ഞാനൊന്നും എടുത്തില്ല. കാരണം ഞാൻ എന്നെ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് യാതൊരു കോട്ടവും വരുന്നില്ല. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ജന്മം അത് ഇവരാരും സൃഷ്ടിച്ചതല്ല. ഈ ചുറ്റുപാടും കാണുന്ന ആരുടെയും നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല ഇത്. അതെനിക്ക് വ്യക്തമായിട്ട് ബോധ്യമായി. എപ്പോഴത് ബോധ്യമായോ അപ്പം ഞാൻ എന്നിൽ തന്നെ
വളരെ സജീവമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ശ്രദ്ധ എനിക്ക് ഭയങ്കര ആനന്ദകരമായി, വളരെ ആശ്വാസകരമായി. അപ്പോൾ പിന്നെ ആശ്വാസം കൂടുമ്പോൾ എൻ്റെ സവിശേഷതകൾ കൂടുതൽ സജീവമാകുകയല്ലേ ചെയ്യുന്നുള്ളൂ. ഇന്ദ്രിയങ്ങൾ കൂടുതൽ സജീവമാകുന്നു, അതിനോടൊപ്പം ആന്തരിക അവയവങ്ങളും സജീവമാകുന്നു. അപ്പോൾ ആരോഗ്യം മെച്ചപ്പെട്ട് രോഗം വരുന്നില്ല. രോഗം വരാതെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. കാരണം ശരീരത്തിൽ ചെറുപ്പം മുതൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയും ചെറിയ ചില്ലറ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓരോ രോഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് കടപുഴകിപ്പോയി. ഭയങ്കര രസമുള്ള ഏർപ്പാടായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് സാറിന്റെ നമ്മുടെ പിന്നെ ഇതല്ലായിരുന്നോ ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലായിരുന്നു? അതെ 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 അതെ. ഞാൻ വീഡിയോ കണ്ടായിരുന്നു. ആശംസകളൊക്കെ നേരുന്നു. താങ്ക് യു താങ്ക് യു ഹാപ്പി പിന്നെ വെഡിങ് ആനിവേഴ്സറി ചേട്ടാ. താങ്ക് യു താങ്ക് യു ഹാപ്പി ആനിവേഴ്സറി. അന്നേരം താങ്ക് യു. കേൾക്കുന്നില്ല. അവിടെ നമ്മുടെ ആ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ എന്താണ് പ്രശ്നം? അവിടെ പോകാത്തത് എന്താണ്? സ്വന്തം സ്ഥലത്തേക്ക് പോയി ഒരു ആശംസയായിട്ട് എല്ലാവരോടും കൂടാൻ പറ്റാത്ത സ്വന്തം സാഹചര്യമാണോ? സ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. എവിടെ ഇരുന്നാലും നമ്മളവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു. സ്വന്തം എന്ന് പറയാൻ എന്താ ഉള്ളത്? എൻ്റെ ശരീരം പോലും എനിക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് എന്താണ് ഉറപ്പെന്താണ്? അപ്പം സ്വന്തമാക്കാൻ നോക്കുന്നില്ല, സ്വസ്ഥമായിട്ടിരിക്കാനാണ് നോക്കുന്നത് എവിടെയാണെങ്കിലും. കാരണം സ്വന്തമാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്വന്തമായിട്ടുള്ളതിനെ സംരക്ഷിക്കാൻ നമ്മൾ നമ്മളുടെ സ്വസ്ഥതയെ നമ്മൾ വിടണം. അതുകൊണ്ട് ആ ഭാഗത്ത് വല്ലാത്ത പാടാണ്. എന്നിട്ട് അങ്ങനെ സ്വന്തമാക്കുന്ന ഭാഗം അതിനെ സുരക്ഷിതമായിട്ട് നമ്മൾ കാവൽ നിന്നിട്ട്, അത് ഒരിക്കലും ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല, നീ എന്തിനാണ് എന്നെ കാവൽ നിൽക്കുന്നത്, ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടില്ലല്ലോ. മനസ്സിലായി? നമ്മളൊരു 10 രൂപയ്ക്ക് നമ്മൾ കാവൽ നിൽക്കുന്നു. 10 രൂപ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കാശ് കുറേ ഉണ്ടാക്കി കാശിന് കാവൽ നിൽക്കുന്നു, വീടുണ്ടാക്കി വീടിന് കാവൽ നിൽക്കുന്നു, എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളതിന് കാവൽ നിൽക്കുന്നു. എന്ന് നമ്മൾ കാവൽ നിൽക്കുന്നത് പോട്ടെ, അതിന് ഭയങ്കര അസ്വസ്ഥമായിട്ട് കാവൽ നിൽക്കുന്നു. നമ്മുടെ അറിവിന് കാവൽ നിൽക്കുന്നു. എന്നെപ്പറ്റി അതല്ലേ തന്നെത്താൻ ഉണ്ടാക്കിയ മാന്യതക്ക് കാവൽ നിൽക്കുന്നു. അപ്പോഴല്ലേ ആരെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാന്യത ചീത്താകുന്നതുകൊണ്ടല്ലേ നമ്മൾ തിരിച്ച് മോശമായിട്ട് പ്രതികരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു മാന്യത എൻ്റെ കയ്യിലില്ല നഷ്ടപ്പെട്ടു പോകാൻ. എന്ത് മാന്യതയാണ് എനിക്ക് വേണ്ടത്? മറ്റുള്ളവർ എന്നെപ്പറ്റി പറയുന്ന അഭിപ്രായം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന ആ അവസ്ഥയാണ് എന്നെ നിലനിർത്തുന്നത്. അവിടെ എന്താണോ ഞാൻ അനുഭവിക്കുന്നത് അത് വളരെ രസകരമായിട്ടുള്ളതാണ്. അതിൽ തുടരുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്. എപ്രകാരമാണോ സൃഷ്ടിക്കപ്പെട്ടത്, ആ ക്രിയേഷൻ നടക്കുന്നത് എപ്രകാരമാണ്, അത് വളരെ മനോഹരമായിട്ടാണ്. അതിൽ ഇന്നേ വരെ ഇപ്പം 10-60 വയസ്സായി, ഇന്നേ വരെ ഇതിന് യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല. ഭയങ്കര രസമല്ല ഇങ്ങനെ സന്തോഷത്തോടെ ആസ്വദിച്ച് ചിരിച്ചും കളിച്ചും. വേറെ എന്താ ചെയ്യുക? ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒമാനിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ വെക്കേഷന് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് അയാൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് 3 ദിവസം ഇവിടെ താമസിച്ചിട്ട് ഇന്നാണ് പോയത്. പുള്ളിയുടെ ഭാര്യ വിളിച്ച് 2 ദിവസം കരഞ്ഞൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് എന്തേ വരാത്തതെന്നൊക്കെ ചോദിച്ചോണ്ട്. പിന്നെ ഓക്കെ, പുള്ളിക്കാരിയും കംഫർട്ടബിളായി അവിടെ. കാരണം അവരുടെ ആശ്വാസത്തിനും സന്തോഷത്തിനും അവർ നമ്മളുടെ അടുത്ത് വരുന്നു. അതായത് അതിന് പ്രത്യേകിച്ച് സാറേ ഇടയ്ക്കൊരു കോൾ വന്നായിരുന്നു സാറേ, ഞാൻ കേട്ടില്ലെന്ന് സാറേ പറഞ്ഞു. അതായത് ഇത് ഇങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനായിട്ട് ഉണ്ടാക്കിയതൊന്നുമില്ല എന്നിൽ. എൻ്റെ ശരീരത്തിൽ മുടിനാര് മുതൽ എവിടെ എന്തെടുത്താലും ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. തെറ്റിദ്ധാരണയായിട്ട് ഒരു തീരുമാനം ഞാൻ എടുത്ത് എന്നിൽ അടിച്ചേൽപ്പിക്കുന്നുമില്ല. അതായത് എൻ്റെ മാനം കാക്കാനായിട്ട് ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ നന്നായിട്ട് ജീവിച്ചാൽ മതി, അതിനകത്ത് ഒരു കഷ്ടപ്പാടും ഇല്ല. ഈ മാനം കാക്കാനാണല്ലോ എല്ലാവരും മറ്റുള്ളവരായിട്ട് തല്ലിപിടുത്തം അടിപിടുത്തമൊക്കെ പോകണം. പക്ഷെ അങ്ങനെ ഒരു വിഷയം ഞാൻ എന്നിൽ കാണുന്നില്ല. എന്ത് മാനമാണ് ഞാൻ കാക്കേണ്ടത്? എനിക്കുള്ള മാനം എനിക്ക് ഭയങ്കര സൗകര്യപ്രദമുള്ളൊരു മാനമാണ്. ആ ആകാശമായിട്ടുള്ള ബന്ധം
ആകാശമായിട്ടുള്ള ബന്ധത്തിൽ ആർക്കും തടസ്സം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എൻ്റെ ആകാശത്തെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അല്ലേ മാനം കാക്കയെന്ന് പറയണത്. എൻ്റെ മാനം എന്ന് പറയണത് ഞാനും ആകാശമായിട്ടുള്ള ബന്ധമാണ്. അതിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ആർക്കും തകർക്കാൻ പറ്റുന്നില്ല. പറ. ആകാശവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞത് ക്ലിയർ ആയില്ല. അത് എന്താ നമ്മൾ ഉദ്ദേശിച്ചത്? ശ്വാസം എടുക്കുന്നു, ഈ ശബ്ദം. ധ്യാനത്തെ കുറിച്ചാണോ സാർ ധ്യാനം വല്ലതാണോ അല്ല സാർ ഉദ്ദേശിക്കുന്നത്? അല്ല സാറ് അല്ല 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 ധ്യാനിക്കുന്നതിനെ കുറിച്ച് വല്ലോ? ഇല്ല, ഞാൻ ധ്യാനിക്കുന്നൊന്നുമില്ല. ഇത് തന്നെയാണ് എൻ്റെ ധ്യാനം. ഈ സംസാരം തന്നെയാണ് എൻ്റെ ധ്യാനം. കാരണം സംസാരിക്കുമ്പോൾ അതിൽ എത്രത്തോളം ബഹുമാനത്തോട് ശ്രദ്ധയോടുകൂടി, കാരണം എന്നെ അറിയുന്ന ഭാഗമാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെയാണ് ഞാൻ അറിയുന്നത് സംസാരിക്കുമ്പോൾ കൂടുതൽ. അപ്പോൾ അതിൽ ഫ്രീ സ്പേസുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം, അതാണ് ആകാശവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞത്. ഈ സ്പേസുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതൊക്കെ മെറ്റീരിയൽസുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ ശ്വാസം, ശബ്ദം, വെളിച്ചം, ഇതെല്ലാം ഈ ശൂന്യത, ആകാശം, അതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത്. കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണം എല്ലാത്തിനെയും താഴത്തോട്ട് വലിക്കുമ്പോൾ ആകാശമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതല്ലാതെ അപ്പനും അമ്മയും പൊക്കി പിടിച്ചത് കൊണ്ടൊന്നും അല്ല. ആരെക്കൊണ്ടും സാധിക്കില്ല. ഒരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയെ അവിടെ നിലനിർത്താൻ വരെ ആര് വിചാരിച്ചാലും നടക്കില്ല. ഇത് അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയുടെ സ്വാധീനത്തിലാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ അദൃശ്യമായിട്ടുള്ള അവസ്ഥയും ആയിട്ട് എവിടെയാണ് തല്ലുപിടുത്തമുള്ളത്? അവിടെ എവിടെയാണ് ഗുസ്തി പിടിച്ച് അവിടെ നേടാൻ എന്താ ഉള്ളത്? ഈ അദൃശ്യമായി കിടക്കുന്ന ഈ അന്തരീക്ഷവുമായിട്ടുള്ള ബന്ധത്തിലാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആ അവസ്ഥ എൻ്റെ അവസരമാക്കിയാണ് ഞാൻ അനുഭവിച്ചു പോരുന്നത്. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പില്ല. ഞാൻ പ്രവർത്തിക്കുമ്പോൾ ക്ഷീണമുണ്ടെങ്കിലും, ഞാൻ ഞാനായിരിക്കുന്ന അവസ്ഥ പ്രവർത്തിക്കുന്നതിൽ ഒരു ക്ഷീണവും ഇല്ല. അത് ഒരിക്കലും നിൽക്കുന്നില്ല, അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഫറൻസിന് പുറത്തെങ്ങും നോക്കണ്ട. ഒരിക്കലും തളരാതെ, ക്ഷീണിക്കാതെ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉള്ളിലായതുകൊണ്ട് എൻ്റെ ശ്രദ്ധ അവിടെയാണ് കൂടുതൽ. കാരണം അനുഭവത്തിൽ തുടരാൻ സാധിക്കുന്നു. പറയും.